P.N. പ്രസന്നകുമാറിന്റെ സ്മരണയ്ക്കായി മുതിർന്ന പത്രപ്രവർത്തകർക്കായി എറണാകുളം പ്രസ് ക്ലബ്ബും P.N. പ്രസന്നകുമാർ ഫൗണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ പ്രഥമ P.N. പ്രസന്നകുമാർ പുരസ്കാരം മലയാള മനോരമ മുൻ എഡിറ്റോറിയൽ ഡയറക്ടർ തോമസ് ജേക്കബിന് നൽകും. ജനുവരി 9-ന് ഭാരത് ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ C.V. ആനന്ദബോസ് പുരസ്കാരം സമ്മാനിക്കും. എറണാകുളം പ്രസ് ക്ലബിന്റെ സെക്രട്ടറിയും കേരള പത്രപ്രവർത്തക യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയും ദേശീയ ഫെഡറേഷന്റെ ഭാരവാഹിയുമൊക്കെ ആയിരുന്ന P.N. പ്രസന്നകുമാറിൻ്റെ അനുസ്മരണ ദിനമായിരുന്നു ഇന്നലെ. അപ്പം പ്രസന്നകുമാറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി കുടുംബവും എറണാകുളം പ്രസ് ക്ലബും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള P.N. പ്രസന്നകുമാർ ഫൗണ്ടേഷൻ ഒരു മാധ്യമ പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ചിരുന്നു. 25,000 രൂപയും പുരസ്കാരവും ഉള്ള ഒരു കേരളത്തിലെ മികച്ച മാധ്യമപ്രവർത്തകർക്ക് നൽകുന്ന പുരസ്കാരമാണ്. അപ്പോൾ ആദ്യ പുരസ്കാരം പ്രഖ്യാപിക്കാനുള്ളൊരു വാർത്താ സമ്മേളനമാണിത്. ശ്രീ രവി കുറ്റിക്കാട്, നമ്മുടെ പഴയ യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റും ഭാരവാഹിയുമായിരുന്ന ദേശാഭിമാനിയുള്ള രവി കുറ്റിക്കാടിൻ്റെ നേതൃത്വത്തിൽ പ്രകാശും ഞാനും അടങ്ങുന്ന എറണാകുളം പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റും അടങ്ങുന്ന ഒരു സമിതിയാണ് പുരസ്കാരം നിശ്ചയിച്ചത്. പുരസ്കാര പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി രവിചേട്ടനെ സാദരം ക്ഷണിക്കും. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. സന്തോഷപ്രദമായ ഒരു പുരസ്കാര ഇതല്ല ഞാൻ. കാരണം ഞങ്ങളൊരു 3 വയസ്സിന് വ്യത്യാസമുള്ളൂ. ഞാൻ 77 പ്രധാന 75 അല്ലേ. ഞങ്ങൾ ഒന്നിച്ച് ഈ ഹാളിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചവരെ പത്രസമ്മേളനം. ഞാൻ ദേശാഭിമാനിയാണ്. ഭീഷണമാണെങ്കിൽ പോലും ഞങ്ങൾ ആര് വരുമ്പോഴും ആന്റണി പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കും. പ്രസിഡൻ്റാണെങ്കിൽ നമ്മുടെ നേതാക്കന്മാർ വരുമ്പോൾ VS ഒക്കെ വരുമ്പോൾ അവരെയും ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടി. അങ്ങനെയൊക്കെയുള്ളൊരു സൗഹൃദമായൊരു വാർത്തകൾ പരസ്പരം കൈമാറലും. പക്ഷേ എക്സ്ക്ലൂസീവായ സ്റ്റോറീസ് നമ്മളങ്ങനെ കൊടുക്കാറില്ല. അത് മാത്രം നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുക. അതൊരു കോമ്പറ്റീഷനാണ്. അങ്ങനൊരു സൗഹൃദമുള്ള ആളുകളുടെക്കിടയിൽ ഇപ്പോൾ പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ലൈഫ് ഈസ് എ സ്റ്റേജ്, വി ആർ ദ ആക്ടേഴ്സ് എന്ന് പറയുന്ന പോലെയാണ്. ഇത് പ്രസിഡൻ്റ് ഈ സ്മാരകമായി നൽകുന്ന ഫൗണ്ടേഷൻ നൽകുന്ന ഈ കൊടുക്കുന്നത് പ്രസിഡൻറ്റും എൻ്റെയൊക്കെ ഗുരുവായ ഒരാൾക്കാണ്. അർഹനായ ഒരാളുടെ കയ്യിൽ, അർഹതപ്പെട്ട ഒരാളിൽ നിന്ന് അർഹനാൾ കയ്യിലേക്ക് മാറുകയാണ്. അത് സന്തോഷമായ കാര്യമാണ്. തോമസ് ജേക്കബ് സാറ് ഞാൻ അറിയാതെ തന്നെ പത്രപ്രവർത്തകർക്കുണ്ട് അറിയാം. അവരെ ഈ 26-ാമത്തെ വയസ്സിൽ ഒരു പത്രത്തിൻ്റെ ന്യൂസ് എഡിറ്ററാണ്. കേരളത്തിലെ പ്രസിദ്ധമായ മലയാള മനോരമയുടെ ന്യൂസ് കാർട്ടൂണിസ്റ്റായി ജോലിക്ക് വന്നപ്പോൾ പത്രലോകത്തെ വലിയ ആളുകളാണ് അവർ. അവർക്കറിയാം ഇയാൾ ഉപയോഗിച്ചാൽ എന്ത് നമുക്ക് എടുക്കാൻ കഴിയും. ഓരോരുത്തർ കഴിവ് നോക്കിയിട്ട് നോക്കുമ്പോൾ ഇയാൾ കാർട്ടൂണിസ്റ്റായിട്ട് കാര്യമില്ല, ഇയാൾ പത്രത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഭാഗമായി മാറണം എന്ന്. അങ്ങനെ അദ്ദേഹത്തെ 26-ാമത്തെ വയസ്സിൽ ഇന്ത്യയിൽ തന്നെ ഒരു പത്രപ്രവർത്തനം ഒരിക്കലും ന്യൂസ് ഈ 26-ാമത്തെ വയസ്സിലാണ്. ഇപ്പം ഞാനൊക്കെ അസിസ്റ്റൻ്റ് എഡിറ്റർ കഴിയുന്നതൊക്കെ തന്നെ 53-55 വയസ്സിലാണ് അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തെ ട്രെയിനിങ്ങിന് പോയി ജർമ്മനിയിലെ മറ്റേ തോമസൺ ഫൗണ്ടേഷൻ, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ഒരാളായിരുന്നു. ഓൾ വേൾഡിൽ തന്നെ വളരെ ബ്രില്യൻ്റായ ഒരു പത്രപ്രവർത്തകൻ. അദ്ദേഹം ഇപ്പോഴും അധ്യാപകൻ്റെ റോളിൽ തന്നെയാണ്. ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ സംശയങ്ങൾ ഓരോരുത്തരോട് ചോദിക്കും. അങ്ങനെ കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുന്നുണ്ട് തോമസ് ജേക്കബ് സാർ, താൻ സുഖമല്ലേ? അതെ, താൻ വെറുതെ ഇരിക്കുകയാണ്. വെറുതെ ഇല്ല, ചില പരിപാടിയാണ്. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാനുള്ള. എന്താ സാറേ? എനിക്ക് വേണ്ടത് ദേശാഭിമാനി ഉപയോഗിക്കുന്ന ഭാഷ, ദേശാഭിമാനിയിൽ ഇംഗ്ലീഷിലേക്ക് മലയാളം തർജ്ജമ ചെയ്ത ഭാഷയാണ്. ഇത് ആരുടെ സംഭാവനയാണ്? പുള്ളിയോട് ചോദിക്കുക. രവിക്കറിയാം, രവി എന്നെ സഹായിക്കണം. അതിന് പുള്ളി എന്നോട് പറഞ്ഞ് കരിങ്കാലി എന്നുള്ള പ്രയോഗം ആരാണ് ദേശാഭിമാനി? EMS ആണോ, MS ദേവദാസ് ആണോ, ആരാണ് ആ വാക്ക് ഉപയോഗിച്ചത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഗവേഷണം നടത്തിയിട്ട് വിളിക്കാം. പിറ്റേ ദിവസം കുറച്ച് ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, രവിയുടെ ഫ്രണ്ടായിരുന്നു ഇവിടെ നഗ്നോട്ടം നടത്തിയെന്ന് ലീഡർഷിപ്പ് കൊടുത്ത അഷ്റഫടി. അതെ, അത് സാറിന് ഞാൻ മനസ്സിലായി. രവിയും പുള്ളിയും കൂടി വലിയ കമ്പനി ആയിരുന്നു പറയും. അപ്പോൾ രവി ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പുള്ളി പറയാം. അപ്പോൾ ഇതിൽ ആ ഓട്ടം നടത്തിയത് യഥാർത്ഥ ആൾക്കാരല്ല,
മാറി വേറെ ആളെ ചെയ്യിപ്പിച്ചാണ്. അവരാരൊക്കെയാണ്, ഇപ്പം എന്താണ് എൻ്റെ സീൻ? ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഓഡിയോ ഞാൻ പറയില്ല, കാരണം അവർ ഹൈ ലെവലിലുള്ള ആൾക്കാരാണ്, ചീഫ് സെക്രട്ടറി റാങ്ക് വരെ ആളുകളിൽ ഉണ്ട് ഇപ്പോൾ. അവർ ഞാൻ പേര് പറഞ്ഞില്ല. അല്ല, അഷ്റഫ് പറഞ്ഞ വിവരം പറഞ്ഞാൽ മതി. പുള്ളി പറഞ്ഞു ഇങ്ങനെ അന്വേഷിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഓർത്തൂസ് ഓർത്തൂസ് മലബാർ ക്യൂസിൻ്റെ പരിപാടിയിൽ അധികം പങ്കെടുക്കണ്ടേ, കെ.സി. നാരായണൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായി. ആ ഇൻ്റർവ്യൂവിൽ പലരും പറഞ്ഞു എന്നോട്, രവിയെക്കുറിച്ച് അയാൾ പരാമർശം നടത്തിയിരുന്നു, ഇത് എന്ത് പരിപാടിയാണോ? അപ്പോൾ ഞാനിത് തപ്പി നോക്കി. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പുള്ളിയുടെ ഓർമ്മ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പുള്ളി പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ രവിയെ വിളിച്ചു, ഒരു സംശയം തീർക്കാനാണ്. എന്താ, ഈശ്വരവാര്യരുടെ മകൻ രാജൻ മരിച്ചപ്പോൾ രാജൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എഴുതിയ ലേഖനത്തിൽ ഒരു വാചകം നിങ്ങൾ എഴുതിയത്. ആ വാചകം എന്താണ്? ഈശ്വരവാര്യർ രാത്രി ഉറക്കത്തിൽ എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞു, കേസ് നടന്നു, എങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ മകനെ മഴയത്ത് നിർത്തുന്നത്? എനിക്ക് മനസ്സിലാവില്ല, അവൻ ഇന്ന് മഴയത്ത് നിൽക്കാൻ എന്താണ് ഇതിന് കാരണം? ആ വാചകം വായിച്ചിട്ട് എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഈ വാചകം ആരാണ്? രവിയാണോ ഇത് എഴുതിയതെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ സ്റ്റോറി ഞാൻ എഴുതി, സ്റ്റോറി മോഡിഫൈ ചെയ്ത് മറ്റേ അപ്പുക്കുട്ടൻ മല്ലിക്കുന്നാണ്. അപ്പൂനെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ആ യോഗ്യം പറഞ്ഞു, അപ്പുക്കുട്ടനെ ചോദിച്ചു അപ്പു. പക്ഷേ പുള്ളി പറഞ്ഞ് അപ്പുക്കുട്ടൻ ആ ലേഖനം എഴുതില്ല, കാരണം അതിൽ പൊളിറ്റിക്സ് മാത്രം കൈകാര്യം ചെയ്യുന്നതാണ്. താൻ ഈ സാഹിത്യവും ഇങ്ങനെ കാര്യം കഴിയാൻ താനായിരിക്കും അത് ചെയ്തതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ തന്നോട് ഈ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ സ്റ്റോറി ഐഡിയാസ് എങ്ങനെ കൊടുക്കുന്നു? നമ്മൾ പത്രപ്രവർത്തകരാകെ ഞെട്ടുന്ന സ്റ്റോറിയാണ്. ഗോപാലൻ നായർ എന്ന് പറയുന്ന എക്സ് മിലിറ്ററിക്കാരൻ നിര്യാതനായി. ഈ ഇവിടെയാണ്, മറ്റേ ആലപ്പുഴ അടുത്ത കഞ്ഞിക്കുഴിയിലാണ്. അയാൾക്ക് 3 മക്കൾ ഉണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം മക്കളുടെ പേരാണ്. അപ്പോൾ ആ വാർത്തയിൽ തെറ്റുപറ്റിയത് ഇദ്ദേഹം പറയുന്നത്, ഞാൻ ചരമം വരെ വായിക്കുന്നതാണ് പത്രത്തിൽ, അതിൽ നിന്ന് എനിക്ക് സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റും, സ്റ്റോറി ഐഡിയാസ് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ പുള്ളി വായിച്ചിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യം, സമത്വം, അവിടുത്തെ ലേഖനം വിളിച്ചോളൂ, വലിയ തെറ്റ് പറ്റിയതാണോ? മക്കളുടെ പേര് അല്ലല്ല, ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുദ്രാവാക്യമാണ് പുള്ളി പറഞ്ഞു തന്നെയാണ്. എന്ന് നോക്കി 3 മക്കളെ പരിചയപ്പെട്ടു. 3 മക്കളുടെ പടം എടുത്ത് വെച്ചിട്ട് സ്റ്റോറി എടുത്തവർ. അതിൽ ഏറ്റവും രസം അറിയുന്നത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകനായ ഈ സ്വാതന്ത്ര്യം എന്ന് പറയാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, അതും CPM-ൻ്റെ. അവിടെ ആ സ്റ്റോറി കൊടുത്തു, അവൻ്റെ പടമൊക്കെ വെച്ചിട്ട് കൊടുത്തു. അപ്പോൾ എന്നോട് ഇവിടെ നിങ്ങൾക്ക് കിട്ടാത്തൊരു സ്റ്റോറി ഞാൻ ഉണ്ടാക്കി എന്നാണ് വിളി. അങ്ങനെ എല്ലാ കാര്യം അവരെ ആൺകുട്ടികളുടെ സ്കൂളിൽ മാത്രം പഠിച്ച പെൺകുട്ടിയായിരുന്നു സുശീല ഗോപാൽ. നമുക്കറിയായിരുന്നു, പക്ഷെ പത്രത്തിൽ കൊടുക്കേണ്ട വാർത്തയാണെന്നറിയില്ലായിരുന്നു. ആൾക്കാർക്ക് കൗതുകം ജനിപ്പിക്കുന്ന വാർത്ത ആൾ പത്രത്തിൽ കൊടുത്ത്. അങ്ങനെ അത്ര സൂക്ഷ്മമായി എന്നോട് പറഞ്ഞു, നമ്മൾ ലുക്ക് ആൻഡ് ലിസൺ ആൻഡ് ലേൺ. ഒരു കാര്യങ്ങൾ കാണുക, അത് പഠിക്കുക, അതനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോറി ഐഡിയാസ് ഇഷ്ടംപോലെ കിട്ടും. നമ്മുടെ മുന്നിൽ ഉണ്ടാക്കുക, കണ്ണോടത്തൊക്കെ അത് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആചാരനായൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇപ്പോഴും വയ്യ, കുറച്ച് ആരോഗ്യ പ്രശ്നമൊക്കെ, എങ്കിലും പുള്ളി പുതിയൊരു സ്റ്റോറികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അദ്ദേഹം എന്നിട്ട് ചില സാധനങ്ങൾ വരാറുണ്ട്. കഥ ഒന്നാമത്തെ സാധനമാണ് പത്രപ്രവർത്തകർ പഠിക്കുന്നത്. അപ്പോൾ ഇന്നും പത്രപ്രവർത്തക അധ്യാപകനായി ഇന്നും ആക്റ്റീവാണ് അദ്ദേഹം. 80-85 വയസ്സൊന്നും ആയിക്കാണ്, ഇതിലെ 80 കൂടുതലായിക്കാണ്. 40 പുള്ളി ജനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ്റെ കിട്ടും. പ്രസന്നകുമാറിനും ഒരു പത്രപ്രവർത്തകൻ നിലയിൽ ചില ക്വാളിറ്റീസ് ഉണ്ട്. കോൺഗ്രസിൻ്റെ എല്ലാ കഥകളും പുള്ളിക്കറിയാം. പുള്ളിക്ക് അറിയാത്ത ഞങ്ങളുടെ കഥകൾ മാത്രമാണ്. അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് പല കഥകളും പുള്ളി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ പ്രസന്റ് പറയുന്നത് കാര്യം മാത്രമേ എക്സ്ക്ലൂസീവായ കാര്യങ്ങൾ പറയലുള്ളൂ. ഞങ്ങൾ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ കാര്യം വേറെ തമ്മിൽ രാഷ്ട്രീയം പറയും, ഇതൊക്കെ എങ്കിലും എക്സ്ക്ലൂസീവായ കാലം സൂക്ഷിച്ചു വയ്ക്കുകയും, പ്രത്യേകിച്ച് അതിന് രാഷ്ട്രീയ പ്രവർത്തനം, അതിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനവും ഇവിടെ ഒന്നിച്ചുകൊണ്ടുപോകണം പത്രപ്രവർത്തനം. അത് ആളുകളുടെ പെരുമാറ്റ രീതി, എങ്ങനെ ആൾക്കാർ പെരുമാറും. തലക്കനെന്ന് പറയുന്നത് വലിയൊരു കുഴപ്പമാണ് ഇപ്പോഴത്. എല്ലാ നേതാക്കന്മാർക്കുണ്ട്. ഞങ്ങളെ ലോക്കൽ ആളുകളൊക്കെ സംസാരിക്കുന്നതിന് വളരെ പ്രയാസം ബുദ്ധിമുട്ട്. ആ മൈൻഡിൽ വിലപ്പെടുത്തം
ഈ ബലം പിടുത്തം ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു പ്രസൻ. പ്രസൻ എന്തുവേണ്ടി ചോദിക്കാം, എന്ത് സഹായം വേണ്ടി പുള്ളി കൊടുക്കും, അങ്ങനെ ഒരാളായിരുന്നു. പ്രസന്നു ചില സ്റ്റോറികൾ, നല്ല സ്റ്റോറികളെന്ന് അറിയാവുന്ന സ്റ്റോറികൾ പ്രസൻ ഞങ്ങളോട് പറയായിരുന്നു. ജനറലായ കാര്യം, ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥാനം കണ്ടു ഇന്ന കാലത്ത് കേട്ടു എന്നൊക്കെ പറയും. ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നു, നീ ഉണ്ടായിരുന്നു ഈ നമ്മുടെ വിക്ടർ ലീനസ് എന്ന കലാകാരൻ മരിച്ചിരുന്നു. അവൻ മരിക്കണം, രത്നാഥ ബോഡിയായിട്ട് റോഡ് ക്രോസ് ചെയ്തപ്പോൾ മനോരമ മരിക്കണം. വലിയൊരു ഉദ്യോഗിയാണ്, കൂട്ടുകാർക്ക് വേണ്ടി PhD എഴുതുന്ന ഒരുത്തനായിരുന്നു. അവനെപ്പോഴും വരും ഇവിടെ, എപ്പോഴും മഞ്ഞ ജുബ അവനുണ്ടായിരുന്നു. മഞ്ഞ ജുബ ഉണ്ടല്ലോ എപ്പോഴും. രാവിലെ പ്രസ് ക്ലബിൽ വന്നപ്പോൾ ഇവിടെ ഫോൺ വന്നു, അജ്ഞാതപ്പാട് ഒരു യുവാവിൻ്റെ ഡെഡ് ബോഡി മനസ്സിലായിട്ടില്ല, അയാൾ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുന്നു, പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രസിഡന്റ് ചോദിച്ചു, മഞ്ഞ ജുബക്കാരനാണോ? അതെ. എടാ, അത് വിക്ടർ തന്നെയാണ് ഞാൻ സാധ്യത എന്ന് പറയും. കാരണം പാതിരാത്രിയൊക്കെ വഴികൾ നടക്കുന്ന വിക്ടർ നമുക്ക് നോക്കാമെന്ന്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഈ ഡെഡ് ബോഡി കൊണ്ടുപോകണം. അജ്ഞാതമായിട്ട് പോലീസ് ഈ പോസ്റ്റ്മോർട്ടം നടത്തി കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ പിടികൂടില്ല. അവൻ്റെ ഫാമിലിയൊക്കെ വന്ന് പിടികൂടി. ഇവിടെ വന്ന് വീണ്ടും വന്ന് നോക്കിയപ്പോൾ ഇവനെ വിത്തലീനത്താണ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഇവൻ തന്നെ ആവാൻ സാധ്യതയെന്ന് കണ്ടുപിടുത്തം നടത്തിയ അധികം തന്നെയായിരുന്നു. അങ്ങനെ എത്രയോ കഥകൾ, എത്രയോ കാര്യങ്ങൾ ഈ മുറിക്കകത്തിരുന്ന് നമ്മളൊക്കെ പറഞ്ഞാണ് കേട്ടതാണ്. ഞാൻ കോമൻ്റെ ഇൻ്റർവ്യൂയിലൊക്കെ നടത്തിയതാണ്. അപ്പോൾ അത് അർഹമായ മനസ്സിൻ്റെ കയ്യിലേക്ക് ചെല്ലുന്നൊരു സന്തോഷമായ കാര്യമാണ്. അത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞും എനിക്ക് സന്തോഷമായ കാര്യമാണ്. പക്ഷേ എൻ്റെ വൈഫ്, മകൻ്റെ ഇപ്പം പരിചയപ്പെട്ടു, ഇവരൊക്കെ ആയിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ബന്ധുക്കളുണ്ട്, കാരണന്മാരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ സ്വാഗതം പറ്റുന്ന വാക്കുകൾ ഓർത്തായിരിക്കുന്നു. നമസ്കാരം. 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് BTH വെച്ചാണ് ഈ പുരസ്കാര വിതരണം നടത്തുന്നത്. പുരസ്കാരം സമ്മാനിക്കുന്നത് ബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദബോസ് ആണ്. അദ്ദേഹത്തെ ഇത് പ്രസന്നൻ ചേട്ടനെ അനുസ്മരിക്കുന്നത് രമേശ് ചെന്നിത്തല MLA ആണ്. TJ വിനോദ് MLA, K ബാബു, ഹൈബി ഈഡൻ, ബെന്നി ബഹനാൻ, മേയർ VK മിനിമോൾ, ഇത്രയും ആളുകൾ ഗസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മുഴുവൻ മാധ്യമപ്രവർത്തകരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഈ എറണാകുളം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ചേട്ടൻ്റെ കുടുംബവുമായി ചേർന്നുകൊണ്ടാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാം ഒരു പങ്കാളിത്തവും സഹകരണവും കൂടി പ്രതീക്ഷിക്കുന്നു. പ്രസന്നൻ ചേട്ടൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ രവിചേട്ടൻ പറഞ്ഞ പോലെ ആദ്യ പുരസ്കാരം ആർക്ക് സമ്മാനിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും നമ്മൾ ഒരു മുതിർന്നവർക്ക് വേണോ അതോ വർക്കിംഗ് ജേർണലിസ്റ്റിന് വേണോ എന്നുള്ളതൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു തുടക്കം. പക്ഷേ ഒരു ഇത്തിരി തലയെടുപ്പുള്ള ആൾ തന്നെ ആവട്ടെ എന്ന ആലോചനയിലാണ് തോമസ് ജേക്കബ് സാർ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ തോമസ് ജേക്കബ് സാറ് നമ്മൾ 25,000 രൂപയും പ്രശസ്തി പത്രവും ഒരു ഗിഫ്റ്റും ഇത് അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. അപ്പം ഇതിൽ പ്രസ് കോൺഫറൻസിൽ പങ്കെടുത്ത ആളുകൾ ഒന്ന് ജഗദീഷ്, എൻ്റെ ഇനീഷ്യൽ എന്താ TB ജഗദീഷ്, പിന്നെ എറണാകുളം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് R ഗോപകുമാർ, ഈ ജൂറി ചെയർമാൻ രവി കുറ്റിക്കാട്, ഡെപ്യൂട്ടി മേയറും പ്രസിഡന്റ് ചേട്ടൻ്റെ ബന്ധുവായ ദീപക് ജോയ്, പിന്നെ ഞാൻ ഷജിൽ കുമാർ. മറ്റൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും 9-ാം തീയതി വൈകിട്ട് 5 മണിക്ക് BTH ഹാളിലേക്ക് ക്ഷണിക്കുന്നു.